അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് പഠിക്കുന്നതിലൂടെ ദിവസവും പുതിയ ഒരു അറിവ് നേടാം എന്ന വിഷയത്തിൽ 52ാമത്തെ ഹദീസാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. മാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന കിതാബിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി കാണാം. حدثنا محمد بن سلام قال أخبرنا أبو معاوية عن الأعمش عن شقيق عن أبي مسعود الأنصاري قال قال رسول الله صلى الله عليه وسلم حوصب رجل ممن كان قبلكم فلم يوجد له من الخير شيء إلا أنه قد كان رجل يخالط الناس وكان مصرا فكان يأمر غلمانه أن يتجاوز عن المعسر قال الله ونحن أحق بذلك منه تجاوزوا عنه. ഇതാണ് ഹദീസ്. അബൂ മസ്ഊദുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹൗസിബ റജുലും മിമ്മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പ് ജീവിച്ചിരുന്ന ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് നടത്തി. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ പ്രവാചകർക്ക് കാണിച്ചു കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന അനേകം ഹദീസുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസ്, ഇല്ലാന്നഹു ഫലം യൂജദ് ലഹു മിനൽ ഖൈരി ശൈഉൻ, ഹിസാബ് നടത്തി നോക്കുമ്പോൾ നന്മയിൽ നിന്ന് ഒന്നും തന്നെ അദ്ദേഹത്തിന് എത്തിക്കപ്പെടുന്നില്ല. ഒരു നന്മ ചെയ്തതായിട്ടൊന്നും ഇല്ല. ഇല്ലാന്നഹു, എങ്കിലും അദ്ദേഹം ജനസമ്പർക്കം പുലർത്തുന്ന ഒരു മനുഷ്യനായി, ആളുകളോടൊക്കെ ബന്ധപ്പെടുന്ന ഒരു മനുഷ്യൻ. വകാന മൂസിറൻ, അയാൾ നല്ല ധനികനായിരുന്നു, സമ്പത്തുള്ള മനുഷ്യൻ. വകാന യഅ്മുറു ഗിൽമാനഹു, അദ്ദേഹം അദ്ദേഹത്തിന്റെ അടിമകളോട് കൽപ്പിച്ചിരുന്നു, അയതജാവസു അനിൽ മുഹ്സിരി, ധനമില്ലാത്ത ദരിദ്രരായ ആളുകളെ തൊട്ട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. അവര് വല്ലതും തരാനുണ്ടെങ്കിൽ അത് നിർബന്ധിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. പ്രയാസമാണ് എങ്കിൽ അത് അവർക്ക് വിട്ടുകൊടുക്കണം എന്ന്. അങ്ങനെ ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് നടത്തിയപ്പോൾ അല്ലാഹു പറഞ്ഞു, വനഹ്നു അഹഖു ബി ഹാദാ, ഈ വിട്ടുവീഴ്ച ചെയ്യൽ കൊണ്ട്, വിട്ടുവീഴ്ച ചെയ്യുക എന്നത് കൊണ്ട് നമ്മൾ ഇദ്ദേഹവുമായി ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് അയാൾക്ക് നന്മയൊന്നില്ലെങ്കിലും ശരി, അയാളെ തൊട്ട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക എന്ന് മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചു എന്നാണ് ഹദീസ്. അപ്പൊ ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്താൽ അള്ളാഹു നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യും. ജനങ്ങളോട് കരുണ കാണിച്ചാൽ അള്ളാഹു നമ്മോട് കരുണ കാണിക്കും. ആളുകൾക്ക് നാം പുറത്തു കൊടുത്താൽ ജനങ്ങൾ നമുക്ക് പുറത്തു തരും. ഇതാണ് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.